ഇന്നത്തെ അത്താഴത്തിനുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വൻപയർ കഴുകി കുക്കറിനകത്തോട്ട് വെക്കുന്നുണ്ട്. ഇന്ന് ജോലിയും കഴിഞ്ഞ് കുറച്ചിങ്ങ് പോന്ന് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് എന്തെങ്കിലും മീൻ മേടിക്കേണ്ടതായിരുന്നു എന്ന്. സ്ഥിരം മേടിക്കുന്നിടത്തൊന്നും ആണെങ്കിൽ കട്ട് ചെയ്തൊക്കെ കിട്ടും. എല്ലായിടത്തൊന്നും അങ്ങനെ കിട്ടാത്തതുകൊണ്ട് പിന്നെ അങ്ങ് നിന്നില്ലെങ്കിൽ പോരുന്നു. ഇടയ്ക്ക് അമ്മയുടെ അടുക്ക വരെ പോയതാണ്. അമ്മ കുറച്ച് അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, മാവ് എടുത്തു. പിന്നെ ഇന്ന് അമ്മമ്മയും മോനൂടെ കടുമാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പയറൊക്കെ വെന്ത് റെഡിയായിട്ടുണ്ട്. കുറച്ച് വെള്ളം പറ്റാനുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് കടുക് താളിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, കറിവേപ്പില ഇട്ടു, ഒരു സവാള അരിഞ്ഞതും കൂടി ഇട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. പയറിനകത്ത് വെള്ളം പറ്റുന്നതിന് മുമ്പ് തന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 2 മിനിറ്റ് അതിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് നമ്മൾ ഈ സവാള വഴറ്റിയതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം. കടുക് താളിച്ചപ്പം മുളക് ചേർക്കേണ്ടതായിരുന്നു, മറന്നുപോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പയർ താളിപ്പ്. ഇതിവിടുത്തെ ഫേവറേറ്റ് ഐറ്റമാണ്. തേങ്ങയൊന്നും ചേർക്കാത്തതുകൊണ്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും നാളെയും കൂടെ ഒക്കെ ഉപയോഗിക്കാം. പിന്നെ മുട്ട വറക്കുന്നുണ്ട്. മോനുകുട്ടന് ഉള്ളിയൊന്നും ചേർക്കാതെ മുട്ട വറക്കുന്നത് ഇഷ്ടം. അങ്ങനെ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെനിക്കുള്ളതാണേ. അപ്പോഴേക്കും അത്താഴമൊക്കെ റെഡി ആയിട്ടുണ്ട്. മോനുകുട്ടൻ അത്താഴം കഴിക്കാമെന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുവാണ്. ചോറ് വിളമ്പാം. തേങ്ങാ ചമ്മന്തി അമ്മ കടുമാങ്ങയുടെ കൂടെ തന്നു വിട്ടതാട്ടോ. മുട്ട വറുത്തതും പിന്നെ ഒരു മുളക് ചമ്മന്തി ഉണ്ടായിരുന്നു, ചുവന്നുള്ളിയും പിഴുപുളിയൊക്കെ ചേർത്തുണ്ടാക്കുന്നത്. പിന്നെ പയറ് താളിച്ചതും കടുമാങ്ങയും. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ അത്താഴം സിമ്പിൾ ഹമ്പിളാണോ? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റ് ഇടണേ.